വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ BNMൽ നമുക്കിനി രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ BNMൽ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് വെച്ചാൽ മെട്രിസസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്തെ അത്ര പ്രയാസമുള്ളൊരു ചാപ്റ്റർ അല്ല. കൂടുതലായിട്ട് നമുക്കൊരു തിയറി ആയിട്ട് സാമ്യം തോന്നുന്നത്, അതായത് കുറേ കോൺസെപ്റ്റുകൾ, അതായത് തിയറിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പക്ഷെ എന്നാലും മാത്സിലുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ടും എളുപ്പമായിട്ട് നമ്മൾ പരിഗണിക്കരുത്. എന്നാലും ഇക്വേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യം വാട്ട് ഈസ് എ മെട്രിക്സ് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ അടുത്ത് തിയറി ആയിട്ട് ചോദിക്കും, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. വാട്ട് ഈസ് എ മെട്രിക്സ്? അപ്പോൾ എന്താണ് ഒരു മെട്രിക്സ് എന്ന് വെച്ചാൽ, എ മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ഓർ സിംബൽസ് arranged systematically in rows and columns, describing various aspects of a phenomena interrelated in some manner. അതായത് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്പേഴ്സിനൊക്കെ ഇപ്പോൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ എഴുതാം. റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസും ആവാം. ഇപ്പോൾ ABCDEF അങ്ങനെയും ആവാം. ഓക്കെ, അറേഞ്ച്ഡ് സിസ്റ്റമാറ്റിക്കലി ഇൻ റോസ് ആൻഡ് കോളം. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ എഴുതിയാൽ പോരല്ലോ. അതായത് ഇപ്പോൾ A അല്ലെങ്കിൽ ഇപ്പോൾ 1, 2, 3, 4, 5 ഇത് മെട്രിക്സ് ആവുന്നില്ല. അപ്പോൾ 6 എഴുതിയിരുന്നാണ് ഇതിനൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ 2 റോയും 3 കോളും ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഡിസ്ക്രൈബിങ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് എ ഫിനോമിന ഇന്റർ റിലേറ്റഡ് ഇൻ സം മാനർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്പേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് എഴുതുന്നതെന്ന് വെച്ചാൽ, ആ എന്തെങ്കിലും ഒരു കാര്യകാരണം കൊണ്ടാണ് എഴുതുന്നത്. ആ കാരണം എന്താ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ മെട്രിക്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അല്ലാണ്ട് എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സിനെ ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് എഴുതുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. മെട്രിക്സ് ഇസ് ദെയർഫോർ എ റെക്ടാങ്കുലർ എറേ ഓഫ് നമ്പേഴ്സ് ഓർ സിംബൽസ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. മെട്രിക്സ് എന്താണെന്നുള്ളത് ചോദ്യം വരികയാണെങ്കിൽ വാട്ട് ഈസ് എ മെട്രിക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അല്ല, ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നോക്കി വെച്ചാൽ മാത്രം മതി, എഴുതേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. A and B purchased from a market. A and B purchased from a market the following. A and B എന്ന് പറഞ്ഞ 2 വ്യക്തികൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 4 കിലോ ഷുഗർ എയും ബിയും. A 4 കിലോ ഷുഗർ വാങ്ങിയിട്ടുണ്ട്, B 2 കിലോ ഷുഗർ വാങ്ങിയിട്ടുണ്ട്. A 1 കിലോ ഒണിയൻ വാങ്ങിയിട്ടുണ്ട്, B 2 കിലോ പൊട്ടാറ്റോ വാങ്ങിയിട്ടുണ്ട്. A 1 കിലോ പൊട്ടാറ്റോ വാങ്ങിയത്, 1 കിലോ ഒണിയനാണ് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു മെട്രിക്സ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ മെട്രിക്സ് ആയിട്ട് ഇപ്പോൾ ഇവിടെ AB, ഓക്കെ, എയും ബിയും വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഷുഗറിൻ്റെ കേസ് A 4 ആണെങ്കിൽ B 2 ആണ്. ഒണിയൻ്റെ കേസ് ആകുമ്പോൾ A 1 ആണെങ്കിൽ B വാങ്ങിയത് 1 ആണ് അല്ലേ. അതിവിടെയാണ് ഓർഡർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പൊട്ടാറ്റോൻ്റെ കേസ് പറയുമ്പോൾ A 1 കിലോ ആണ്, B വരുന്നത് അത് 2 കിലോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സ് ചെയ്തത്. എഴുതി കഴിഞ്ഞിട്ട് എന്ത് വേണം, ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ്, അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുകയും വേണം. അപ്പോഴാണ് അതൊരു മെട്രിക്സ് ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിലാണ് മെട്രിക്സ് ചെയ്തത് നമ്മൾ. അതധികം മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ സ്റ്റാറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ നമ്മൾ നേരത്തെ കാണിച്ച ഇത് എന്റെ റോ ആണ്. സെക്കൻഡ് റോ ബിന്റെ റോ ആണ്. ഫസ്റ്റ് കോളം അത് ഒണിയൻ അല്ല, ഷുഗറിന്റെ കോളമാണ്. സെക്കൻഡ് കോളം വരുന്നത് ഒണിയന്റെ കോളമാണ്. തേർഡ് കോളം വരുന്നത് പൊട്ടാറ്റോന്റെ കോളമാണ്. അപ്പോൾ ഒരു മീനിങ് ഫുൾ കാര്യത്തിനാണല്ലോ അപ്പോൾ മെട്രിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സുകൾ എഴുതാറുള്ളത്. അപ്പോൾ അതും മെട്രിക്സ് എന്താണെന്നുള്ളതും അതേ കൂടാതെ അതിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ്, അതായത് മെട്രിക്സ് ആഡ് ചെയ്യുന്നത്, മെട്രിക്സ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് ആദ്യത്തേത് റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് ഒരു റെക്ടാങ്കുലർ മെട്രിക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ് കേട്ടോ അത്. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ ഫസ്റ്റ് വൺ റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. സോ എനി മെട്രിക്സ് വിത്ത് m റോസ് ആൻഡ് n കോളംസ് ഈസ് കോൾഡ് എ റെക്ടാങ്കുലർ മെട്രിക്സ്. അതായത് ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, 2 റോയും 3 കോളും ഉള്ളൊരു മെട്രിക്സ് ആണ്. അപ്പോൾ എല്ലാം റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അല്ലേ, ചതുർഭുജം എന്ന് പറയും മലയാളത്തിൽ, 4 വശങ്ങളുള്ള സാധനം. അപ്പോൾ ഇതേ മോഡൽ തോന്നും. ഇപ്പോൾ ഒരു നമ്പർ ഇങ്ങനെ എഴുതുകയാണ്. ഇപ്പോൾ 2, 3, 4, 5, 6, 7 ഇങ്ങനെ എഴുതിയാൽ അതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്, m നമ്പർ ഓഫ് റോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ 2 റോ ഉണ്ട്. അപ്പോൾ റോനെ സൂചിപ്പിക്കുന്ന എപ്പോഴും എം ആട്ടോ.
എം എന്താണ് ഇവിടെ 2 ആണ്. n നമ്പർ ഓഫ് കോളം ഉണ്ട് അല്ലേ, 3 കോളം വരുന്നുണ്ട്. അപ്പോൾ എന്നിനെ സൂചിപ്പിക്കുന്നത് 3 ആണ്. ഓക്കെ, എമ്മിനെ സൂചിപ്പിക്കുന്നത് റോ ആണ്, എം റോ ആണ്, n വെച്ചാൽ എന്താണ് കോളാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. എം സ്റ്റാൻഡ് ഫോർ റോ ആൻഡ് n സ്റ്റാൻഡ് ഫോർ കോളം. അപ്പോൾ ഒരു എം റോയും n കോളും ആയിട്ടൊരു മെട്രിക്സ് ഇങ്ങനെ എന്താണ് റെക്ടാങ്കുലർ ഷേപ്പിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് എന്ത്, റെക്ടാങ്കുലർ മെട്രിക്സ്. ഇതിനൊരു ഓർഡർ എന്ന് പറയും നമ്മൾ m ഇൻറ്റു n. അപ്പം മേക്ക് എ മെട്രിക്സ് ഓഫ് 3 ഇൻറ്റു 2. അപ്പോൾ എപ്പോഴും എന്താണ് m ഇൻറ്റു എന്നിൻ്റെ ഓർഡറാണ് വരിക. m എപ്പോഴും എന്താണ് റോ ആണ്, n എപ്പോഴും എന്താണ് കോളമാണ്. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഒരു 3 റോയും 2 കോളും വരുന്ന ഒരു മെട്രിക്സ് എഴുതാനാണ്. അപ്പോൾ 3 റോ എന്ന് പറയുമ്പോൾ 2 3 2, പിന്നെ 2 കോളല്ലേ 1 2 3 അല്ലേ. അപ്പോൾ 3 റോയും 2 കോളും ആയിട്ടുള്ള ഒരു മെട്രിക്സ്. അപ്പോൾ m ഇൻറ്റു എ, അതായത് ഇതിൻ്റെ ഓർഡർ എന്ന് വെച്ചാൽ m ഇൻറ്റു n എന്ന് പറയുമ്പോൾ എത്രയാണ്, m കോളവും n റോയും വരുന്ന എന്താണ് മെട്രിക്സ് എന്നുള്ളതാണ്. എ മെട്രിക്സ് ഓഫ് ഓർഡർ m ഇൻറ്റു n ക്യാൻ ബി ഡിനോട്ടഡ് ആസ് a i j. ഓക്കെ, ഐ എന്ന് വെച്ചാൽ എന്താണ് 1 2 3 അപ് ടു m ആണ്. ഐ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ റോ ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് ജെ എന്ന് വെച്ചാൽ കോളമാണ്. ഓക്കെ, അപ്പോൾ എം അല്ലെങ്കിൽ എന്താണ് ഐ ആയിട്ടാണ് എന്താണ് സൂചിപ്പിക്കുന്നത്, റോസിനെ സൂചിപ്പിക്കുന്നത്. എൻ അല്ലെങ്കിൽ ജെ ആയിട്ടാണ് എന്ത് കോളംസിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ അങ്ങനെ എന്താണ് എ ഐ ജെ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മെട്രിക്സ് ഉണ്ട് എ, അതിൽ ഐ റോയും ഉണ്ട്, ജെ കോളം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് കൊടുത്താൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് 3 2 8 1 1 0 5 2 1 7 2 3 3. ഓക്കെ, ഇസ് എ 3 ഇൻറ്റു 4 മെട്രിക്സ്. 3 റോ വരുന്നുണ്ട് അല്ലേ, 3 റോ വരുന്നുണ്ട്, 4 കോളം വരുന്നുണ്ട്, 1 2 3 4. ഓക്കെ, ഹിയർ ദ മെട്രിക് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് എ എന്താണ് എ ഐ ജെ. ഓക്കെ, അപ്പോൾ ഇവിടെ A12 A12 വരുന്ന അക്കം എന്താണെന്ന് ചോദിക്കുകയാണ്. A12 അതായത് A12. അപ്പോൾ എയിൽ ഐ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ റോ ആണ് കേട്ടോ. എം എന്ന് വെച്ചാൽ ടോട്ടൽ റോ ആണ്. ഐ എന്ന് വെച്ചാൽ എന്താണ് എ പെർട്ടിക്കുലർ റോ ആണ്. അപ്പോൾ ഇവിടെ A12 അതിൽ വരുന്ന സംഖ്യ എന്താണ്, എയിൽ ഫസ്റ്റ് റോയിൽ വരുന്ന സെക്കൻഡ് കോളത്തിലും വരുന്ന ഫസ്റ്റ് റോയിൽ, അതായത് ഫസ്റ്റ് റോ ഈ റോയിൽ 1 2 സെക്കൻഡ് കോളത്തിൽ വരുന്ന സംഖ്യ ഏതാണ്, അതായത് A12 എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്ന സംഖ്യ ഏതാണ്, 1 ആണ്. ഇവിടെ A11 കൊടുത്തിരിക്കുന്നു, അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് 3 ആണ് അല്ലേ. ഫസ്റ്റ് റോ തന്നെ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് എന്താണ്, 3 ആണ്. ഇനി ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്നത് എന്താണ്, അത് 1 ആണ്. ഫസ്റ്റ് റോയിൽ ഇവിടെ പറയുന്നത് ഫസ്റ്റ് റോയിൽ തേർഡ് കോളത്തിൽ വരുന്നത് എന്താണ്, 5 ആണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് റോയിൽ 4ാമത്തെ കോളത്തിൽ വരുന്നത് എന്താണ്, 2 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക A21 അതായത് സെക്കൻഡ് റോയിൽ ആദ്യ കോളത്തിൽ വരുന്നത് എന്താണ്, അത് 2 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. അതായത് AIJ, ഐ എന്ന് വെച്ചാൽ എന്താണ് റോ നമ്പറാണ്, ജെ എന്ന് വെച്ചാൽ എന്താണ് കോളം നമ്പറാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈക്വൽ ആണ്. അപ്പോൾ എമ്മും എന്നും ഈക്വൽ ആയി കഴിഞ്ഞാൽ അല്ലേ, റോയും കോളും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താണ്, അത് സ്ക്വയർ ആയിരിക്കുമല്ലോ. അപ്പം 2 റോ ഉള്ള മെട്രിക്സും 2 കോളുള്ള മെട്രിക്സും, അപ്പോൾ 1 2 3 4 അല്ലേ. അപ്പോൾ 2
റോയും ഉണ്ട് 2 കോളും ഉണ്ട്, അല്ലെങ്കിൽ 5 റോയും 5 കോളും വരുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എങ്ങനെ വേണമെങ്കിൽ നമ്പർ വരെ. പിന്നെ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ വന്നു. ഇതൊരു മെട്രിക്സ് ആണ്. അപ്പോൾ എത്ര റോ ഉണ്ട്? 1 2 3 4 5 1 2 3 4 5 കോളും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം വരികയാണെങ്കിൽ സ്ക്വയർ ആണ്. ആ സ്ക്വയർ മെട്രിക്സ് ഒരു റെക്ടാംഗിളർ ആണ്. റെക്ടാംഗിളിൽ ഈക്വൽ നമ്പർ ഓഫ് റോയും കോളും വന്നതാണ്, അത് സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ. വെറാസ് m റോസ് ആണ്, m റോസ് ആൻഡ് n കോളംസ്, ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ്. അവിടെ n തന്നെയാണ് റോവും വരുന്നത്. m എന്ന് പ്രത്യേകം എഴുതേണ്ട കാര്യമില്ലല്ലോ. n ഇപ്പോൾ 10 ആണെങ്കിൽ m ഇവിടെ 10 ആയിരിക്കില്ല. അപ്പോൾ അതിന് രണ്ടിനും എന്താണ്? n തന്നെ എഴുതിയാൽ മതി ഇവിടെ സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ. ഓക്കെ. അപ്പോൾ ഇവിടെ AIJ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? A21 എത്രയാണ് വരിക? A21ൻ്റെ സംഖ്യ എത്രയാണ്? A21 എന്ന് വെച്ചാൽ രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ളത്. അപ്പോൾ രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്നത് ആരാണ്? 0 ആണ്. ഓക്കെ. അപ്പോൾ അത് നോക്കി വെക്കുക. പിന്നെ റോ മെട്രിക്സ് ആണ്. ഒരു റോ മാത്രമേ ഉള്ളൂ, അതായത് ഒറ്റ റോ മാത്രമേ ഉള്ളൂ, ഒരു കോളം പോലില്ല, 0 കോളാണ്. ഓക്കെ. അപ്പോൾ അതിൽ എന്താണ്? m മാത്രമേ ഉള്ളൂ, n ഇല്ല. അപ്പോൾ കണ്ട് ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതി. അപ്പോൾ 1 2 3 നമ്മൾ സാധാരണ നേരെ എഴുതുന്ന മാതിരി. അപ്പോൾ അങ്ങനെ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അതൊരു റോ മെട്രിക്സ് ആണ്. പിന്നെ അടുത്തതായിട്ട് എന്താ പറയുന്നത്? കോളം മെട്രിക്സ് ആണ്. ഒരു കോളം മാത്രമേ ഉള്ളൂ. 1 2 3 4 ഇങ്ങനെ എഴുതിയ എന്താണ്? അത് കോളം മെട്രിക്സ് ആണ്. ഓക്കെ. ഇതൊക്കെ എഴുതി വെക്കണേ നോട്ടിലേക്ക്. പിന്നെ ലീഡിങ് മെട്രിക്സ് ആണ്. അപ്പോൾ ലീഡിങ് മെട്രിക്സ് എന്താണ്? എലമെൻറ്റ്സ് A11 A22 A33 A44 എക്സെട്ര ഫോം ലീഡിങ് മെട്രിക്സ്. ഇപ്പോൾ ഇവിടെ കണ്ടല്ലേ, A11 എന്താണ്? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്നത്. A22 എന്താണ്? സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്നത്. A33 എന്നാണ്? തേർഡ് റോയിൽ തേർഡ് കോളത്തിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നത്, ഇതിനാണ് ലീഡിങ് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ. കൺസിഡർ മെട്രിക്സ് ഇങ്ങനെയാണ് എന്ത് വരുന്നത്, അതായത് ഇങ്ങനെ ലീഡിങ് ആയിട്ട് വരുന്നത്. ഇപ്പം ഇത് ഇങ്ങനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ A21 A31 ഇത് ലീഡിങ് ആണ്. A2 എന്ന് വരുമ്പോൾ എന്താണ്? സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം. 3 എന്താണ്? തേർഡ് കോളത്തിൽ A32 സെക്കൻഡ് വൺ. അപ്പോൾ ഇതിങ്ങനെ വരുന്നത്, അതായത് ഡയഗണലായിട്ട് വരും. ഓക്കെ. ഇനിയിപ്പോൾ ഇതിന് ഡയഗണലായിട്ട് കിട്ടണമെങ്കിൽ എന്താണ്? ഫസ്റ്റ് ഇതെന്താ വരുന്നത്? A12. ഇതെന്താ വരുന്നത്? A23. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ മൂന്നാമത്തെ ഐറ്റം, ഇത് ഒന്നാമത്തെ കോളത്തിൽ രണ്ടാമത്തെ ഐറ്റം. അപ്പോൾ ഇങ്ങനെ ലീഡിങ് വരുന്നതിൻ്റെ പേരാണ് എന്ത്? ലീഡിങ് ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഡയഗണൽ മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ്, അപ്പോൾ ഇത് ലീഡിങ് ഡയഗണലാണ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എലമെൻറ്റ്സ് എക്സെപ്റ്റ് ദോസ് ഇൻ ലീഡിങ് ഡയഗണൽ ആർ 0. അപ്പോൾ ഈ ഒരു നടുവത്ത് തന്നെ അതായത് A11 A22 A33. ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ ലീഡിങ് ഡയഗണൽ എഴുതുമ്പോഴും ഉദാഹരണമായിട്ട് ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. നമ്മുടെ ഇത് എഴുതാൻ നിൽക്കരുത്. ഇത് വരാമെന്ന് ഞാൻ ചാൻസ് പറഞ്ഞിട്ടുള്ളൂ. എക്സാമിന് എഴുതുമ്പോൾ എന്താണ് ലീഡിങ് ഡയഗണൽ എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ A11 A22 A33 A44 വരില്ല നമ്പേഴ്സാണ്. എന്ത്? എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്. എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ അതിൽ ഈ സിമ്പിൾസ് വരാൻ നമ്പേഴ്സ് വരാമല്ലോ. അപ്പം എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ പേരാണ് എന്ത്? ലീഡിങ് ഡയഗണൽ എന്നുള്ളതാണ്. അടുത്ത് ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ നടുവിലുള്ള ലീഡിങ് ഡയഗണൽസ്, അതായത് A11 A22 A33 ഇങ്ങനെ ലീഡിങ് ഒഴിച്ചിട്ടുള്ള ബാക്കി സംഖ്യകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, ഈ നടുവിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് 4 0 0 0 5 0 0 0 7 ഇങ്ങനത്തെ ഒരു മെട്രിക്സ് എന്താണ്? ഇതിൻ്റെ പേരാണ് എന്ത്? മെട്രിക്സ് എപ്പോഴും വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഓക്കെ. അപ്പോൾ അതാണ് എന്ത്? നമ്മുടെ ഡയഗണൽ മെട്രിക്സ്. ഇൻ അതർ വേർഡ്സ്, ഇൻ എ സ്ക്വയർ മെട്രിക്സ് AIJ is a diagonal matrix when AIJ is equal to 0 if I is not equal to
ജെ. അപ്പോൾ ഐയും ജെയും ഈക്വൽ അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും എയും ഐയും എന്തായിരിക്കും? എ ഐ ജെ 0 ആയിരിക്കും. അപ്പോൾ A11 എന്താണ്? ഇതിൽ ഐയും ജെയും ഈക്വൽ അല്ല. A22 എന്താണ്? ഇവിടെ ഐയും ജെയും ഈക്വൽ അല്ലേ? അതായത് ഇങ്ങനെ വരുന്നതൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആവുന്നതാണ് എന്ത്? ഡയഗണൽ മെട്രിക്സ്. പിന്നെ സ്കാലാർ മെട്രിക്സ് ആണ്. എന്താണ് സ്കാലാർ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. പക്ഷേ ഈ ഡയഗണലിൽ വരുന്ന എല്ലാ നമ്പേഴ്സും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ 1 0 0 0 1 0 0 0 1 ഇങ്ങനെ ഒരു മെട്രിക്സ്. അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് അല്ല ഫുള്ള് ഈക്വൽ ആണ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് തന്നെ, പക്ഷേ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ എന്താണ്? അതിൻ്റെ പേരാണ് എന്ത്? സ്കാലാർ മെട്രിക്സ്. സോ Aij n is equal to n is a scalar matrix if Aij is equal to k, I is equal to j and Aij is equal to 0. അപ്പോൾ ഐയും ഈ ജെയും വരുന്നത് ഒരു കെ എന്ന് പറഞ്ഞിട്ട് സംഖ്യ മാത്രമായിരിക്കും. അതെല്ലാത്തിലും കണ്ടിന്യൂ ചെയ്യും. പിന്നെ എന്താണ്? ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഓക്കെ. പിന്നീട് യൂണിറ്റ് മെട്രിക്സ് ആണ് അടുത്തത്. അപ്പോൾ എന്താണ് ഒരു യൂണിറ്റ് മെട്രിക്സ്? അപ്പോൾ യൂണിറ്റ് മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. യൂണിറ്റ് മെട്രിക്സിൽ എന്താണ്? ഇൻ ഈച്ച് ഡയഗണൽ എലമെന്റ് ഇസ് യൂണിറ്റി ഇസ് സെറ്റ് ടു ബി യൂണിറ്റ്. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ഐഡന്റിറ്റി മെട്രിക്സ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ഐ. അപ്പോൾ എല്ലാം ഒന്ന് വരികയാണെങ്കിൽ, ഈ ഡയഗണൽ മെട്രിക്സിലെല്ലാം ഒന്ന് വരികയാണെങ്കിൽ എന്താണ്? അതിൻ്റെ പേരാണ് എന്ത്? യൂണിറ്റ് മെട്രിക്സ്. ഓക്കെ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എഴുതണം കേട്ടോ. ഇതുവരെ എഴുതണം. ഇതിൻ്റെ ഉദാഹരണം എന്താണ്? എക്സാമിന് കാണിച്ചു കൊടുക്കണം. പിന്നെ അടുത്തത് നൾ മെട്രിക്സ് ആണ്. നൾ എന്ന് വെച്ചാൽ തന്നെ 0 എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഒരു മെട്രിക്സിന് മൊത്തം എന്താണ്? 0 ആണ്. അതിൻ്റെ പേരാണ് എന്ത്? 0 മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ വരുന്ന എന്താണ്? അടുത്തതാണ് ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ എന്താണ് ഒരു ട്രയാങ്കുലർ മെട്രിക്സ്? ഇഫ് എവറി എലമെൻറ്റ് എബവ് ഓർ ബിലോ ദ ലീഡിങ് ഡയഗണൽ ഈസ് 0. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ഫുള്ള് 0 ആണ്, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് 0 ആണ്. ഇപ്പോൾ നമ്മൾ എന്നിട്ട് മെട്രിക്സ് എഴുതി 1 2 3 0 5 7 0 0 4. ഇവിടെ ഫുള്ള് 0 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് നമ്പേഴ്സ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന മെട്രിക്സ് 1 0 0 4 3 0. പിന്നെ വരുന്നത് എന്താണ്? 2 5 2 5 താഴെ 2 5 3. ഓക്കെ. അപ്പോൾ ഇവിടെ അല്ലേ ഫുള്ളായിട്ട് 0s വന്ന് ഇവിടെ എന്താണ്? ഒരു വേറെ ട്രയാങ്കിളായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കുലർ മെട്രിക്സ്. ഇഫ് എവറി എലമെൻറ്റ് എബവ് ഓർ ബിലോ ദ ലീഡിങ് ഡയഗണൽ ഈസ് 0 ദ മെട്രിക്സ് ഈസ് കോൾഡ് ട്രയാങ്കുലർ മെട്രിക്സ്. ട്രയാങ്കുലർ മെട്രിക്സ് മേ ബി അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ. ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ആണ്. ഇത് ലോവർ, സോറി ഇങ്ങനെ വരുമ്പോൾ അപ്പറാണ്. കാരണം നമ്പേഴ്സ് ഉള്ള ഭാഗത്തിനാണ് നോക്കണം കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ലോവർ ആണ്. അപ്പോൾ അതിൽ എന്താണ്? ഇൻ അതർ വേർഡ്സ് എ സ്ക്വയർ മെട്രിക്സ് Aij ഇസ് അപ്പർ ട്രയാങ്കുലർ ഇഫ് Aij ഇസ് 0 വേർ I is greater than j and ij is not equal to 0. അതിങ്ങനെ എഴുതി വെക്കുക. ഇതാണ് അപ്പർ ട്രയാങ്കിൾ, ഇത് എന്താണ്? ലോവർ ട്രയാങ്കിൾ. ഇതിൻ്റെ ടെക്നിക്കൽ വാച്ചാണ്. മെയിനായിട്ട് നിങ്ങൾ തിയറി ചോദിച്ചാൽ അത് എഴുതാം. പിന്നെ എന്താണ്? ഇക്വേഷൻസ് എഴുതാം. ഇതൊന്ന് നോക്കി വെച്ചേക്കുക. ഇതെന്താണത്? ടെക്നിക്കലി അത് പറഞ്ഞു കൊടുക്കുന്നൊരു വിധമാണ്. ഓക്കെ. പിന്നെന്താണ്? ഈക്വാലിറ്റി ഓഫ് 2 മെട്രിക്സസ് ആണ്. ഓക്കെ. ഈക്വാലിറ്റി ഓഫ് 2 മെട്രിക്സസ്. എങ്ങനെയാണ് 2 മെട്രിക്സ് ഈക്വൽ ആവുക? ഈ 2 മെട്രിക്സുകളുടെ എല്ലാ സംഖ്യകളും, അതായത് Aij ഇപ്പോൾ എന്ത് വരികയാണെങ്കിൽ ഇപ്പോൾ A2 3 രണ്ടാമത്തെ റോയില് 3ാമത്തെ ഐറ്റം, ഇവിടെയും 2ാമത്തെ റോയില് 3ാമത്തെ ഐറ്റം. അപ്പോൾ രണ്ടിലും ഈക്വലായിട്ട് വരികയാണ് എല്ലാം. ഇപ്പോൾ ഏത് എടുത്താലും ഇപ്പോൾ A3 3 ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ് അല്ലേ? അത് എയിലും ബിയിലും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരാണ് ദ ഈക്വാലിറ്റി ഓഫ് 2 മെട്രിക്സ്. 2 മെട്രിക്സ് A and B are said to be equal if A and B are of the same order. രണ്ടും സെയിം ഓർഡർ ആയിരിക്കും. The elements in the corresponding place of 2 matrices are equal. അപ്പോൾ എലമെൻറ്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തിയറി ഫസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് ഇത് എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതി വെക്കണേ.